ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം 60 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഇനി ആ 3 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാനിപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി വീഡിയോസ് 3 കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ 3 വീഡിയോസും കാണണം. അതിനുശേഷം നിങ്ങൾ ഈ 4ാമത്തെ വീഡിയോയിലേക്ക് കിടക്കണം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം നിന്ന് ഹോംവർക്കിൻ്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ 20 സെൻറ്റൻസസിലേക്ക് നമുക്ക് പോവാം. ഓൾറൈറ്റ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ 1ാമത്തെ സെൻറ്റൻസ്, നീ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ്? നമ്മളിത് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. എങ്ങനെയാണ്? ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ഓക്കെ. 2ാമത്തെ സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്കിനകത്ത് തന്നത്, മണ്ടത്തരം പറയല്ലേ, പൊട്ടത്തരം പറയല്ലേ എന്നൊക്കെയുള്ളതാണ്. ഏതാ അതിൻ്റെ ഇംഗ്ലീഷ്? ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ഓക്കെ, ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെൻറ്റൻസ്. അപ്പോൾ ഒത്തിരി ആളുകൾ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം തന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് തെറ്റിച്ചിട്ടുള്ളത്. അത് പ്രശ്നമുള്ള കാര്യമല്ല, തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. കറക്ഷനായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് പഠിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈ വാചകങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്കിനി 1ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഓക്കെ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. നമ്മൾ പല ആളുകളോട് നമ്മളിങ്ങനെ ചോദിക്കട്ടെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പം ചിലപ്പോൾ അവരെക്കുറിച്ചോ നമ്മൾ കേട്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുക? Can I ask you something? എങ്ങനെയാണ് ചോദിക്കുക? Can I ask you something? ഓക്കെ. ഒരുമിച്ച് Can I ask you something? ഓക്കെ. Can I ask you something? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്ന് എഴുതിയെടുത്തോ, എന്നിട്ട് ഒന്ന് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തോ. Can I ask you something? ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടിയും നിങ്ങൾ എഴുതിയതും ഞാൻ പറയുന്നതായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് എൻ്റെ ഒപ്പം വായിച്ചു. Can I ask you something? 2ാമത്തെ സെൻറ്റൻസ് ആണ്, ഇതിനെത്രയാണ്. നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു സെൻറ്റൻസാണ് ഇതിനെത്രയാണ്. കാരണം ചില ഷോപ്സിൽ ചെന്ന് കഴിയുമ്പോൾ, മറ്റ് ചില സ്റ്റേറ്റുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വില അറിയണമെങ്കിൽ നമുക്കൊരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, ഇതിനെത്രയാണ് എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ അത് ചോദിക്കുക? ഹൗ മച്ച് ഈസ് ദറ്റ്? ഹൗ മച്ച് ഈസ് ദറ്റ്? ഓക്കെ, ഒന്ന് എഴുതിയെടുത്തേ. ഹൗ മച്ച് ഈസ് ദറ്റ്? ഓക്കെ, ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുത്തിട്ട് വേണം എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഹൗ മച്ച് ഈസ് ദറ്റ്? ഓക്കെ, ഇതിനെത്രയാണ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? ഓക്കെ, ഹൗ മച്ച് ഈസ് ദറ്റ്? 3ാമത്തെ സെൻറ്റൻസ് ആണ്, ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. പല ആളുകളോടും നമ്മളിത് പറയും. നമ്മളെപ്പോഴും പറയും, ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് ഞാൻ വിചാരിക്കുന്നു ഒക്കെ നമ്മൾ പറയല്ലേ. ഇങ്ങനെയാണ് അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക. അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിനക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഐ ഹോപ്പ്. ഓക്കെ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിക്കുന്നു, വിചാരിക്കുന്നു എന്നൊക്കെയാണ്. ഓക്കെ, ഹോപ്പ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി 4ാമത്തെ സെൻറ്റൻസിലേക്ക് പോകും. കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഓക്കെ, അതാണ് കേട്ടോ നമ്മുടെ 4ാമത്തെ സെൻറ്റൻസ്. കാലാവസ്ഥ എങ്ങനെയുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഡിസംബർ മാസത്തിലും മഴ പെയ്യും, വേനൽക്കാലത്തും മഴ പെയ്യും, മഴക്കാലത്ത് മഴ ചിലപ്പോൾ പെയ്തില്ല എന്ന് വരും. പല രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, ഇങ്ങനെയുണ്ട് കാലാവസ്ഥ. ഇങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക. വാട്ട്സ് ദ വെദർ ലൈക്ക്? ഓക്കെ, വാട്ട്സ് ദ വെദർ ലൈക്ക്? ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക? വാട്ട്സ് ദ വെദർ ലൈക്ക്? ഓക്കെ, വാട്ട് ഈസ് ദ വെദർ ലൈക്ക് എന്നുള്ളതാണ് നമ്മളൊന്ന് ഷോർട്ടാക്കിയിട്ട് ചോദിക്കുക. ഇങ്ങനെ വാട്ട്സ് ദ വെദർ ലൈക്ക്? ഓക്കെ, വാട്ട്സ് ദ വെദർ ലൈക്ക്? നീ തമാശ പറയാണോ? അല്ലെങ്കിൽ നീ തമാശ കളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നമ്മുടെ 5ാമത്തെ സെൻറ്റൻസ് ആണ്, നീ തമാശ കളിക്കുകയാണോ? ഓക്കെ, നീ തമാശ കളിക്കുകയാണോ എന്ന് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ആർ യു കിഡിങ്? വളരെ എളുപ്പമാണ് അല്ലേ. ആർ യു കിഡിങ്? ഓക്കെ, അപ്പം ഇനി സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ എന്താ തമാശ കളിക്കുക എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെ? ആർ യു കിഡിങ് വിത്ത് മീ? ഓക്കെ, നീ എൻ്റെ ഒപ്പം തമാശ കളിക്കുകയാണ്. ഓക്കെ, ആർ യു കിഡിങ് എന്ന് ചോദിക്കണം. ആർ യു കിഡിങ്?
എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡയലോഗാണ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ. ചില സ്കാംസ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും അല്ലേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയും. ഇങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, ഐ കനോട്ട് ബിലീവ് ഇറ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. കനോട്ടിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാം, കാൺട്ട് എന്ന് പറയാം. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഇനി നമുക്ക് 7ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. അവൻ ഇതുവരെ വന്നില്ല അല്ലേ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസാണ്, അവൻ ഇതുവരെ വന്നില്ല, അവൾ ഇതുവരെ വന്നില്ല. ഓക്കെ, എങ്ങനെയാ പറയാം, ഹി ഹാസൻ കം യെറ്റ്, ഹി ഹാസൻ കം യെറ്റ്, ഹി ഹാസൻ കം യെറ്റ്. ഇനി അവൾ വന്നില്ലെന്നോ, ഷീ ഹാസൻ കം യെറ്റ്. ഹി ഒന്ന് മാറ്റി ഷീ ആക്കിയാൽ മതി, ഷീ ഹാസൻ കം യെറ്റ്. ഓക്കെ, ഹി ഹാസൻ കം യെറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷീ ഹാസൻറ്റ് കം യെറ്റ്. ഓക്കെ, ഷീ ഹാസൻറ്റ് കം യെറ്റ്. അവൻ എന്നേക്കാളും വേഗതയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവൻ എന്നേക്കാളും ഫാസ്റ്റാണ് കേട്ടോ എന്ന് പറയുകയാണ്. ചില ചെയ്യുന്ന ജോലികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറയും, അവന് നല്ല സ്പീഡാണ്, അവൻ എന്നേക്കാളും നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നേക്കാൾ അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ അവൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയില്ലേ. എങ്ങനെ പറയാം, he is faster than me, he is faster than me. Okay, he is faster than me. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ന്യൂ ജനറേഷൻ കുട്ടികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്, ഓക്കെ അവരൊക്കെ ഭയങ്കര നമ്മളെക്കാൾ ഫാസ്റ്റാണ്, നമ്മൾ ഓരോന്ന് മനസ്സിലാക്കണേക്കാൾ സ്പീഡായിട്ട് അവർ മനസ്സിലാക്കണേ എന്നൊക്കെ സാധാരണ പറയും ഇല്ലേ. എങ്ങനെ പറയാം, ദേ ആർ ഫാസ്റ്റർ ദാൻ us. ഓക്കെ, ദേ ആർ ഫാസ്റ്റർ ദാൻ us. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് അവൻ എന്നേക്കാൾ സ്പീഡുള്ളവനാണ്, അവൻ എന്നേക്കാളും വേഗത്തിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. ഇങ്ങനെയാണ് he is faster than me. ഇതെവിടെയാണ് സംഭവിച്ചത്? ചില ആക്സിഡൻസുകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില ഇവൻറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കുക, ഇതൊക്കെ എവിടെയാണ് സംഭവിച്ചത്, ഇതെവിടെയാണ് നടന്നത് എന്ന് പറയും അല്ലേ. ഇങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക, where did it happen? ഓക്കെ, ഇങ്ങനെ ചോദിക്കുക, where did it happen? ഓക്കെ, ഒന്നുകൂടെ, where did it happen? ഇനി നമുക്ക് 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എനിക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നില്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ മൊബൈലിൽ സ്മാർട്ട് ഫോൺസ് ഒക്കെ കൊടുത്ത് അവർ പറയും, എൻ്റെ കോച്ച് എനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അല്ലേ. എനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പറയാം, I don't know how to use it. എൻ്റെ ഒപ്പം ഒന്ന് പറയണം കേട്ടോ. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർ, കുറച്ച് പ്രായത്തിൽ ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. എന്നെ നിരന്തരം ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർ, കഴിഞ്ഞ ദിവസം 74 വയസ്സായ ഒരാൾ വരെ എന്നെ വിളിച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ഈ സെൻറ്റൻസ് പഠിച്ചു വെക്കണം. എങ്ങനെ, I don't know how to use it. 11ാമത്തെ സെൻറ്റൻസ് ആണ്, നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്. നമ്മൾ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് ആദ്യം ചോദിക്കുകയാണ്, എന്താ കുടിക്കാൻ വേണ്ടത്, ചായ വേണോ, കാപ്പി വേണോ, കൂൾ ഡ്രിങ്ക്സ് വേണോ, എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഒപ്പം കേട്ടോ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടേ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. 12ാമത്തെ സെൻറ്റൻസ് ആണ്, അതെനിക്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും ഡെയിലി ലൈഫിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, അതെനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അതെനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറയും. എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാത്, that's not gonna work for me. എന്നെ ഷോർട്ടാക്കിയിട്ട് പറയാം, that's not gonna work for me. Okay, that is not going to work for me. Okay, നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതി, that is not going to work for me. Okay, that is not going to work for me. Okay, that is not going to work for me. നീ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. ഓക്കെ, ചില ആളുകൾ ഇംഗ്ലീഷിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു ഡയലോഗാണ് പല ആളുകളോടും, നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം, You are really improving. Okay, നീ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. You are really improving. ഇനി നമുക്ക് 14ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ വിശ്വസിക്കണില്ല
ഞാനിതൊന്നും വിശ്വസിക്കണില്ല എന്ന് പറയും അല്ലേ. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ചിലർ പറയും ഇത് എന്തൊരു തള്ളാടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലർ പറയും ഞാനിതൊന്നും വിശ്വസിക്കില്ല കേട്ടോ, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, ഈവൻ ചില നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നുണയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും ഞാനത് വിശ്വസിക്കണില്ല. ഓക്കെ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഐ ഡു നോട്ട് ബിലീവ് ഇറ്റിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയുക അങ്ങനെ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. നീ എന്താ ലേറ്റായി? 15ാമത്തെ സെൻറ്റൻസ് ആണ്. നീ എന്താ ലേറ്റായി നമ്മൾ ചോദിക്കില്ലേ കൂട്ടുകാരോട്, ഓഫീസ് സ്റ്റാഫിനോട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കും നീ എന്താ ലേറ്റായി? വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? ഓക്കെ, വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? ഇനി നമുക്ക് 16ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. എനിക്കിപ്പോൾ ഒത്തിരി സുഖം തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ ഒത്തിരി നന്നായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്, പനിയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ പറയും ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും. എങ്ങനെയാണ് നമുക്കത് പറയാം? നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയണം. ഐ ഫീൽ മച്ച് ബെറ്റർ, ഐ ഫീൽ മച്ച് ബെറ്റർ. ഓക്കെ, ഇങ്ങനെ പറയാം, ഐ ഫീൽ മച്ച് ബെറ്റർ, ഐ ഫീൽ മച്ച് ബെറ്റർ. ഓക്കെ, ഐ ഫീൽ മച്ച് ബെറ്റർ. നീ ഇതെങ്ങനെയാണ് അറിഞ്ഞ്? നീ ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? അടുത്ത സെൻറ്റൻസ് ആണ്, നീ ഇതെങ്ങനെയാണ് അറിഞ്ഞ്? ഓക്കെ, നമ്മൾ പലപ്പോഴും ചോദിക്കല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ നീ ഇതെങ്ങനെയാണ് അറിഞ്ഞേ എന്ന് ചോദിക്കും. ഓക്കെ, ഹൗ ഡിഡ് യു കം ടു നോ? ഹൗ ഡിഡ് യു കം ടു നോ? ഹൗ ഡിഡ് യു കം ടു നോ? നീ ഇതെങ്ങനെയാണ് അറിഞ്ഞേ? ഹൗ ഡിഡ് യു കം ടു നോ? ഓക്കെ, എൻ്റെ ഒപ്പം ഇവിടെ പറഞ്ഞേ, ഹൗ ഡിഡ് യു കം ടു നോ? ഓക്കെ, ഹൗ ഡിഡ് യു കം ടു നോ? ഒന്നും പേടിക്കാനില്ലാന്നേ, ഒന്നും പേടിക്കാനില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡോണ്ട് വറി ഡോണ്ട് പാനിക് എന്നൊക്കെ പഠിച്ചായിരുന്നു. എൻ്റെ ഒപ്പം പറയാണ് ഒന്നും പേടിക്കാനില്ലെന്നേ. ദർ ഈസ് നത്തിങ് ടു ഫിയർ, ദർ ഈസ് നത്തിങ് ടു ഫിയർ. എങ്ങനെ പറയാം? ദർ ഈസ് നത്തിങ് ടു ഫിയർ, ഒന്നും പേടിക്കാനില്ല, ദർ ഈസ് നത്തിങ് ടു ഫിയർ. ഇനി നമ്മൾ 19ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഇതങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറയും അതങ്ങനെയൊന്നും അല്ല കേട്ടോ, അതങ്ങനെയല്ല, അതങ്ങനെയല്ല, ശരിയായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്, ഇതങ്ങനെയല്ല എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ പറയാം, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തെറ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കറിയാതെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയും ഇതിങ്ങനെയല്ല കേട്ടോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ് ഷോർട്ടാക്കിയിട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറയും. ഇനി നമ്മൾ 20ാമത്തെ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോകണം. ഇത് നിൻ്റെ തീരുമാനമാണ്, ഇത് നിൻ്റെ സെലക്ഷനാണ് എന്നൊക്കെ പറയും ഇല്ലേ. ചിലപ്പോൾ നമ്മൾ കല്യാണങ്ങൾ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കും, നമ്മൾ പറയും ഇത് നിൻ്റെ തീരുമാനം, ഇത് നിൻ്റെ തിരഞ്ഞെടുപ്പാണ്, ഇത് നിൻ്റെ ചോയ്സാണ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം, ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ് ഈസ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഞങ്ങൾക്ക് അതിലൊന്നും പറയാനും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഇറ്റ്സ് യുവർ ചോയ്സ്, ഇത് നിൻ്റെ തീരുമാനമാണ്. ഓക്കെ, പാരൻസ് പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഞങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നും പറയാനില്ല, ഇത് നിൻ്റെ തീരുമാനമാണ്, ഇറ്റ് ഈസ് യുവർ ചോയ്സ്, ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹോംവർക്കിലേക്ക് പോവാണ്. ആസ് യൂഷ്വൽ നമ്മൾ 2 സെൻറ്റൻസസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, എനിക്ക് എങ്ങനെയാണ് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് ഇത് നേടിയെടുക്കാൻ സാധിക്കുക? രണ്ടാമത്തെ സെൻറ്റൻസ്, നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യ്, നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യ്. ഈ 2 സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 20 സെൻറ്റൻസ് പഠിച്ചു. 4 ദിവസം കൊണ്ട് 80 സെൻറ്റൻസ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 80 സെൻറ്റൻസ്. ഓക്കെ, വാവ്. അപ്പോൾ നമ്മളത് തകർത്തു അല്ലേ. 80 സെൻറ്റൻസ്. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത 5ാമത്തെ ദിവസം ചെയ്യുമ്പോഴേക്കും നമ്മുടെ അടുത്ത് 100 സെൻറ്റൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബുക്കിൽ ആദ്യത്തെ ഒരു 5-6 പേജ് തീർന്നിട്ടുണ്ടാകണം എന്ന്. ഓൾറൈറ്റ്, ഇത് എഴുതി വെച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് കൂടെ ചെയ്തേക്കണം. ഒപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റിനും അനേകം ആളുകളുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ചെറിയ ഫേവർ, ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ മാത്രം ഇംഗ്ലീഷ് പഠിച്ച പോരാ, നമ്മുടെ ചുറ്റിനുള്ളവർ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. നമുക്ക് പരസ്പരം സംസാരിക്കാനായിട്ട് ആളുകൾ ഉണ്ടാക്കുക. ലാംഗ്വേജ് എല്ലാവരും പഠിച്ചെടുക്കണം. ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടൊന്നും അറിവുണ്ടാകില്ല. അപ്പോൾ ദയവ് ചെയ്ത്
നിങ്ങൾക്ക് തോന്നുന്ന ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ദയവ് ചെയ്ത് നമ്മുടെ ഈ പ്ലേലിസ്റ്റോ വീഡിയോയോ അയച്ചു കൊടുക്കണം. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്നേ, എല്ലാവരും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യട്ടെ എന്നേ. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തു. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നല്ല അടിപൊളിയാക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 5ാമത്തെ വീഡിയോ 100 സെൻറ്റൻസസിലേക്ക് നമ്മൾ എത്തുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linton.